അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൊരു ചെറിയ വാക്ക് പഠിച്ചാലോ നമുക്ക്? ചെറിയൊരു വാക്ക്, ചെറിയൊരു ദിക്ർ. ഈ ദിക്ർ മനസാന്നിധ്യത്തോടുകൂടെ ഒരൊറ്റ തവണ ചൊല്ലിയാൽ മതി. ചെറിയ ദിക്ർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ദിക്ർ, വളരെ കുഞ്ഞു ദിക്റാണ്. മനസാന്നിധ്യത്തോടുകൂടെ ഒരൊറ്റ തവണ ചൊല്ലിയാൽ ഈ ദുനിയാവിൽ തന്നെ നിങ്ങൾക്ക് സ്വർഗം അനുഭവിക്കാൻ പറ്റും. അതെങ്ങനെയാണ് ഉസ്താദ് ദുനിയാവിൽ സ്വർഗം? സ്വർഗീയ ജീവിതം, ടെൻഷനില്ലാത്ത, ഡിപ്രഷനില്ലാത്ത, പ്രശ്നങ്ങളില്ലാത്ത, പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊന്നും ബാധിക്കാത്ത ഔലിയാക്കളുടെ ജീവിതം നിങ്ങൾക്കിഷ്ടമാണോ? അതുപോലൊരു അടിപൊളി ലൈഫ് ദുനിയാവിൽ അനുഭവിക്കാൻ പറ്റും. ആഖിറത്തിലെ കാര്യം പിന്നെ പറയണോ? ദുനിയാവിൽ സ്വർഗ്ഗമാണെങ്കിൽ നാളെ ആഖിറത്തിൽ എന്തായാലും സ്വർഗ്ഗമാണ്. ഏതാണ് ആ ദിക്ർ? ഇതിപ്പോൾ ഞങ്ങൾക്ക് അറിയണമല്ലോ ഉസ്താദെ. അങ്ങനെ പഠിക്കണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രസംഗം നിങ്ങളൊന്ന് കേട്ട് നോക്കിക്കേ. ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സൊന്ന് കലങ്ങിത്തെളിയും. ആ ദിക്ർ നിങ്ങളൊന്ന് ആസ്വദിച്ച് പറയും. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഏതായാലും നമുക്കൊന്നൊന്ന് കേൾക്കാം. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ഏതാ? അവർക്ക് പറഞ്ഞേ. എന്നാ ഞാൻ ഒരു ഹദീസ് പറഞ്ഞു തരട്ടെ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസൻ ദഖലൽ ജന്ന. ഒരാള് എന്തു പറഞ്ഞാൽ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവൻ എവിടെ കിടക്കും? കടക്കൂന്നല്ല, കടന്നു എന്നാണ് പറഞ്ഞത്. എവിടെ കടന്നു? സ്വർഗത്തിൽ കടന്നു. നമ്മൾ എത്ര ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു? സ്വർഗത്തിൽ കടന്നോ? ദുനിയാവിൽ തന്നെ നമുക്ക് സ്വർഗം കിട്ടിയിട്ടില്ല, എന്നിട്ടല്ലേ ആഖിറത്തിൽ സ്വർഗം ഉണ്ടാവുള്ളൂ അല്ലേ? ദുനിയാവിൽ കിട്ടിയോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട്? അവിടെ ഒരു ഡിമാൻഡ് വെച്ചിട്ടുണ്ട് റസൂലുള്ളാഹ്. മുഖ്ലിസൻ, നിഷ്കളങ്കമായി. ആരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്? അവരെവിടെ കടന്നു? മറ്റൊരു ഹദീസ് കാണാം, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വാദിഖൻ. ആരെങ്കിലും സത്യസന്ധമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ. അപ്പൊ എന്ത് മനസ്സിലായി? ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ കള്ളത്തരം പറയുന്നവരുണ്ട് എന്ന് മനസ്സിലായി അല്ലേ? അല്ലേ? നിങ്ങൾ പറയും, നമ്മൾ സത്യസന്ധമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരാണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കള്ളം പറയുന്നവരാണോ? സ്വയം വാവുകൊണ്ട് പറയണ്ട, സ്വന്തം നഫ്സിലേക്കൊന്ന് നോക്കിയിട്ട് ചിന്തിച്ചു നോക്കിയേ. സത്യസന്ധമായി പറയാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ഒരു തവണ സത്യസന്ധമായി ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവന്റെ മുഴുവൻ പാപങ്ങളും ആ നിമിഷം അല്ലാഹു കഴുകിക്കളയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ഒരൊറ്റ ലാ ഇലാഹ ഇല്ലല്ലാഹ് സത്യസന്ധമായി പറഞ്ഞാൽ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. ഒരിക്കല് അബൂദർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വരികയാണ്. അവിടെ വന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നേ? അത്തൈതു നബിയ വഅലൈഹി തൗബുൻ അബ്യദ് വഹുവ നായിമുൻ. നല്ല വെള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ട് മുത്തുനബി കിടന്നുറങ്ങാണ്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ്. അമ്പിയാക്കളുടെ ഉറക്കം എന്ന് പറയൽ പോലും അദബുകേടാവോ എന്ന് ഞാൻ പേടിക്കാണ്. കാരണം ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, സനാമു ഐനായ വലാ യനാമു ഖൽബി. എന്റെ കണ്ണുകളെ ഉറങ്ങുള്ളൂ, എന്റെ ഖൽബ് എന്ത് ചെയ്യൂല? ഉറങ്ങില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ നബി തങ്ങൾ കിടക്കുന്ന കണ്ടിട്ട് അബൂദർ തിരിച്ചുപോയി. കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെയും വന്നു. നബിതങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റിരിപ്പുണ്ട്. നബിതങ്ങൾ എഴുന്നേറ്റിരിക്കുന്നത് കണ്ടാൽ എന്ത് ചെയ്യും സ്വഹാബത്ത്? എന്ത് ചെയ്യും? നമ്മളിപ്പോ പള്ളിയിലേക്ക് വരുമ്പോ ഉസ്താദ് ഇവിടെ ഇരിക്കണ്ടേ, അവിടെ ഉസ്താദ് ഉണ്ട്, വേഗം പോകാൻ പറയും അല്ലേ? അടുത്തോട്ട് വരൂല. ഉസ്താക്കന്മാരൊക്കെ എന്നിട്ട് പേടി സ്വപ്നമായിട്ട് നിൽക്കണം നമുക്ക്. എന്നാ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങളെ കണ്ടാല് നല്ല തേനുള്ള പൂവിൽ നിന്ന് തേൻ നുകരാൻ വരുന്ന വണ്ടിനെ പോലെയാവും സ്വഹാബത്ത്. ഓടി വരും, എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് ഉറപ്പാണ് അല്ലേ? എന്തെങ്കിലുമൊക്കെ കിട്ടും. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് അവിടുത്തെ മുമ്പിൽ വന്നിരുന്നപ്പോ ഹബീബായ നബിതങ്ങൾ പറയണം, മാമിൻ അബ്ദിൻ, ഒരു അടിമ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്ത് പറഞ്ഞു? സുമ്മ മാത അലാ ദാലിക്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹിലായി മരിക്കുകയും കൂടെ ചെയ്തു. ലാ ഇലാഹ ഇല്ലല്ലാഹ് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹിലായി അവൻ എന്ത് ചെയ്യണം? പറഞ്ഞേ,
അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അവൻ പ്രയോഗത്തിൽ കൊണ്ടുവന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹിലായി മരിക്കുക കൂടെ ചെയ്താൽ ദഖലൽ ജന്ന, അവൻ എവിടെ കടന്നു? എവിടെ കടന്നു? സയ്യിദുനാ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ത് ചെയ്തു? പക്ഷെ പ്രയോഗത്തിൽ കൊണ്ടുവന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ എനിക്ക് അല്ലാതെ ആരുമില്ല. പക്ഷെ അവന്റെ കൽബില് അവന്റെ ആരാധ്യൻ അവന്റെ സമ്പത്തായിരുന്നു, അല്ലേ? അല്ലെങ്കിൽ അവന്റെ രാഷ്ട്രീയ നേതാക്കളായിരുന്നു, അല്ലെങ്കിൽ അവന്റെ മറ്റു പല സംഘടനാ നേതാക്കളായിരുന്നു. പക്ഷെ അവന്റെ കൽബിൽ ആരുണ്ടായിരുന്നില്ല? ലാ ഇലാഹ ഇല്ലല്ലാഹ് 70,000 പറഞ്ഞാലും ലാ ഇലാഹ ഇല്ലല്ലാഹിൽ ജീവിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരൊറ്റ വട്ടേ പറഞ്ഞുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹിൽ ജീവിച്ചാൽ ആ സെക്കൻഡിൽ അവൻ സ്വർഗത്തിൽ കടന്നു. സയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പോ അബൂദർ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് വ ഇൻ സനാ വ ഇൻ സരിഖ, അയാള് വ്യഭിചരിച്ചാലും മോഷ്ടിച്ചാലും ഒക്കെ സ്വർഗത്തിൽ പോവോ നബിയെ? ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് വ ഇൻ സനാ വ ഇൻ സരിഖ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിന് മുമ്പ് അവൻ വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടെങ്കിലും അള്ളാഹു അവൻ എന്ത് ചെയ്യും? ആ ഒരൊറ്റ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് അബൂദറിന് തൃപ്തിയായില്ല. വീണ്ടും ചോദിച്ചു, വ ഇൻ സനാ വ ഇൻ സരിഖ യാ റസൂലല്ലാഹ്, വ്യഭിചരിച്ചാലും മോഷ്ടിച്ചാലും ഒക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് പോവോ? വ ഇൻ സനാ വ ഇൻ സരിഖ, വ്യഭിചരിച്ചാലും മോഷ്ടിച്ചാലും ഒരൊറ്റ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് അവനവിടെ പോവും. വീണ്ടും ചോദിക്കണം, വ ഇൻ സനാ വ ഇൻ സരിഖ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, വ ഇൻ റഗിമ അൻഫ അബീദർ, അബൂദറെ നിന്റെ മൂക്ക് മണ്ണിൽ കുത്തിയാലും ശരി എന്ന് പറഞ്ഞാല് നീ ചോദിച്ച് ഇങ്ങനെ മണ്ണിലേക്ക് വീണാലും ശരി, എത്ര ചോദിച്ചാലും ശരി, വ്യഭിചരിച്ചാലും മോഷ്ടിച്ചാലും ഒരൊറ്റ ലാ ഇലാഹ ഇല്ലല്ലാഹ് സത്യം പറയുന്നവൻ എവിടെ പോകും? ആ നിമിഷം സ്വർഗത്തിൽ കിടക്കും. സയ്യിദുനാ റസൂലുള്ളാഹ് ഒരൊറ്റ ഡിമാൻഡേ ഉള്ളൂ, ശിർക്ക് ചെയ്യരുത്. എന്ത് ചെയ്യരുത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരാൾ എന്ത് ചെയ്യരുത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരാൾ എങ്ങനെയാ ശിർക്ക് ചെയ്യുക? അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹൻ മറ്റൊരാളും ഇല്ല എന്ന് പറയുന്ന ഒരാൾ പിന്നെ എങ്ങനെ ശിർക്ക് ചെയ്യുക? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കാതെ പോയ ചില കാര്യങ്ങൾ. ശിർക്ക് ഗൗരവമായി നമ്മൾ ശ്രദ്ധിക്കാതെ പോയൊരു സംഗതിയാണ്. 2 തരം ശിർക്കുകൾ. ഒന്ന് ബിംബാരാധനയുണ്ട്, മറ്റൊന്ന് വിഗ്രഹ ആരാധനയുണ്ട്. നമ്മൾ രണ്ടിനെ ഒന്നായിട്ട് കണ്ടിട്ടുള്ളത്. രണ്ടും രണ്ടാണ്. ബിംബാരാധന വേറെ, പിന്നെ വിഗ്രഹ ആരാധന വേറെ. ബിംബങ്ങൾ, ഇപ്പൊ ഗുരുവായൂർ പോയി ഏതെങ്കിലും ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ മനുഷ്യൻ ഗുരുവായൂരപ്പ എന്ന് വിളിക്കോ? കാരണം എന്താ? അത് വേറൊരു ഇലാഹാണ്, ഇലാഹായി കാണുന്ന ആളാണ്, ഇല്ലേ? അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന ഒരാളും വിളിക്കോ? വിളിക്കൂല. അതുകൊണ്ട് തന്നെ ഇത് 2ാം ഘട്ടം നമ്മൾ നോക്കിയാൽ മതി. ഏത്? ബിംബാരാധന. പക്ഷേ ഒരുപാട് വിഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. സമ്പത്ത് എന്ന വിഗ്രഹം, കാമം എന്ന വിഗ്രഹം, ആർത്തി എന്ന വിഗ്രഹം. ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര പറഞ്ഞാലും ശരിയാവൂല. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് സത്യസന്ധമാകണമെങ്കിൽ എന്റെ മനസ്സിലെ ഈ വിഗ്രഹാരാധനയെ വെടിയണം. അങ്ങനെ ഒരൊറ്റ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവൻ എവിടെ പോകും? ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങള് മക്ക ജീവിതകാലത്തൊന്നും ബിംബാരാധനയെ കുറിച്ചല്ല അധികം പറഞ്ഞത്, വിഗ്രഹാരാധനയെ കുറിച്ചാണ്. അന്ന് ഹബീബായ നബി തങ്ങള് കഅബാലയം തവാഫ് ചെയ്യുമ്പോഴും കഅബയുടെ അകത്ത് 360 വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, ബിംബങ്ങൾ ഉണ്ടായിരുന്നു, ഇല്ലേ? എന്നിട്ട് നബി തങ്ങൾ അവിടെ തവാഫ് ചെയ്തില്ലേ? അപ്പൊ അതൊന്നുമല്ല ഇവിടെ വിഷയം. കൽബിന്റെ അകത്ത് ഈ പറയുന്ന വിഷലിപ്തമായ വിഗ്രഹങ്ങൾ ഉണ്ടോ? എനിക്ക് എന്തു പറയാൻ പറ്റൂല? ഉറക്കെ പറഞ്ഞേ, എന്തു പറയാൻ പറ്റൂല? അപ്പൊ മരിക്കും മുമ്പ് ഒരു തവണ ഇതുപോലെ നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് സത്യസന്ധമായിട്ട് പറയണം. വേണോ വേണ്ടേ? ഇല്ലെങ്കിൽ നഷ്ടാണ്, അല്ലേ? നമ്മൾ മനസ്സിലാക്കിയ ശിർക്കൊന്നും ശിർക്കല്ല. നമ്മൾ ഏതെങ്കിലും റസൂലുള്ളാഹിനെ നമ്മൾ ദൈവമാണ്, ഇലാഹാണെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല. ഇലാഹ് ചെയ്യും പോലെ നമുക്ക് വല്ലതും ചെയ്തു തരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ അള്ളാഹു അല്ലാത്ത ഒരാളോടൊരു സഹായം ചോദിക്കുമ്പോൾ അവിടെ മരിച്ചോരുന്നോ ജീവിച്ചോരുന്നോ എന്നൊരു വിഷയമല്ല. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ആരാധിക്കുന്നു പറഞ്ഞ, നിന്നോട് മാത്രം സഹായം തേടുന്നു. ആരോട് മാത്രം? അവിടെ മരിച്ചവരോടില്ല അല്ലെങ്കിൽ ജീവിച്ചവരോടില്ല എന്ന് വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ടോ? അല്ല, നിന്നോട് മാത്രാണ്. ഇതിപ്പോ എന്റെ ഉമ്മാനോട് ചോദിച്ചാലും ശിർക്കാവണം ഈ ആയത്ത് പ്രകാരം അല്ലേ? കാരണം എന്താ? ആരോട് മാത്രം എന്നല്ല പറഞ്ഞത്? നമ്മൾ ഉമ്മ ഇലാഹാണെന്ന് കരുതുന്നുണ്ടോ? മുത്തുനബി ഇലാഹാണെന്ന് കരുതുന്നുണ്ടോ? ഇല്ല.
മുത്തുനബിയിലൂടെയാണെങ്കിലും ഉമ്മയിലൂടെയാണെങ്കിലും അള്ളാന്റെ ഔലിയാക്കളിലൂടെയാണെങ്കിലും നമ്മളെ സഹായിക്കുന്നത് ആരാ? സ്വന്തമായി ചെറുവിരലനക്കാനുള്ള കഴിവ് മുത്തുനബിക്കുണ്ടോ? ഇല്ല. ഒരു മുസ്ലിം അങ്ങനെ വിശ്വസിക്കണില്ല. പക്ഷെ നമ്മുടെ കൽബിൽ അതല്ലാത്ത കുറെ വിഗ്രഹങ്ങൾ കയറി കിടപ്പുണ്ട്, അള്ള ഇഷ്ടപ്പെടാത്ത കുറെ സംഗതികൾ. അതാണ് കാമം, ആർത്തി തുടങ്ങിയ, അഹങ്കാരം തുടങ്ങിയ ഈ വിഗ്രഹങ്ങളെ പൊളിച്ചു കളയാതെ നീ എത്ര വേദികൾ കെട്ടിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞങ്ങൾ തൗഹീദിന്റെ ആളാണ്, ഞങ്ങൾ ഒറ്റതിന്റെ ആളാണെന്ന് വിളിച്ചു പറഞ്ഞത് കൊണ്ട് ഒരു കാര്യമില്ല, രക്ഷപ്പെടൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അവൻ സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടില്ല. ഷഫീഉനാ റസൂലുള്ളാഹ്. എന്തെല്ലാം ഇൽമുണ്ടെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ക്ലിയർ ആയില്ലെങ്കിൽ അവന്റെ കാര്യം എന്ത് ചെയ്തു? കഥ കഴിഞ്ഞു. ഉറക്കം വരുന്നുണ്ടോ? ഈ സംഗതി ഓർമ്മിച്ച് ഉറക്കം വരും. നമ്മുടെ ചങ്ങാതി വന്നിട്ട് ഉറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടിത്തരും. ശരിക്കും കേൾക്കണം. വേറെ എന്ത് ഇൽമുണ്ടായിട്ടും കാര്യമുണ്ടോ? ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു പ്രൊഫസർ, ഇപ്പൊ എനിക്ക് പറയാൻ എളുപ്പതാണ്, ഒരു വള്ളം കാത്തു നിൽക്കുകയാണ് ഒരു നദിക്കരയിൽ. ഒരു വള്ളക്കാരൻ ഇങ്ങനെ ഹൂയ് എന്നും പറഞ്ഞ് വിളിച്ച് വള്ളക്കാരനെ വരുത്തുന്നുണ്ട്. അയാൾ വന്നപ്പോ ഇവനിങ്ങനെ ഗെറ്റപ്പിലൊക്കെ നിൽക്കുകയാണ്, ഇല്ലേ, വലിയ പ്രൊഫസറല്ലേ. ആ സാധുവിനാണെങ്കിൽ 4ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളൂ. അപ്പോൾ വഞ്ചിയിൽ കയറി വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറെ വർത്താനൊക്കെ പറഞ്ഞപ്പോ, എടോ എനിക്ക് ബയോളജി അറിയോ? ബയോളജി അതെന്തൊട്ട് സാധനമാണ് സാർ, എനിക്കൊന്നും അറിയാൻ പാടില്ല. നിന്റെ 50% ജീവിതം പോയടാ, കഥ കഴിഞ്ഞു. എൻ്റെയൊക്കെ ബയോളജി അറിയാൻ പാടില്ല. കുറച്ചും കൂടെ പോയപ്പോ, നിനക്ക് സോഷ്യോളജി അറിയോ? ഞാൻ ആദ്യമായിട്ടാണ് സാറേ ആ സാധനം കേൾക്കുന്നത്, എനിക്കറിയാൻ പാടില്ല. അപ്പൊ നിന്റെ ബാക്കി 50% പോയി. നീയൊക്കെ വെറുതെയാണ് ഇങ്ങനെ നടന്ന വഞ്ചി തുഴഞ്ഞിട്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര കാറ്റും ശക്തമായ മഴയും വരാൻ തുടങ്ങി. വഞ്ചി ആടി ഒലയാൻ തുടങ്ങി. വള്ളക്കാരൻ സാറിനോട് ചോദിച്ചു, സാറിന് നീന്തോളജി അറിയാവോ? അതെന്തോളജിയാണ്, എനിക്കറിയാൻ പാടില്ല മോനെ. സാറിന്റെ 100% ജീവിതവും പോയി സാർ. മനസ്സിലായോ? അപ്പൊ എന്തെല്ലാം ഇൽമുണ്ടെങ്കിലും ആ സമയത്ത് എന്ത് വേണം? നീന്തോളജി വേണം, അല്ലേ? അപ്പൊ നമ്മുടെ ദുന്യവിയും ഉഹ്റവിയുമായ ജീവിതത്തിന്റെ നീന്തോളജിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ നീന്തോളജി കിട്ടിയില്ലെങ്കിൽ രക്ഷപ്പെടുവോ? പറഞ്ഞേ, രക്ഷപ്പെടുവോ? രക്ഷപ്പെടൂല. ബാക്കി എന്തുണ്ടായിട്ടും കാര്യമില്ല, എന്തുണ്ടായിട്ടും കാര്യമില്ല, സമാധാനം കിട്ടൂല. എന്നാൽ ബാക്കി ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടായിരിക്കെ അവന്റെ കച്ചവടം തകർന്നാലും അവന്റെ കുടുംബം തകർന്നാലും അവന്റെ സമാധാനം തകരുമോ? എനിക്ക് പൈസ തന്ന അല്ല എന്റെ പൈസ തിരിച്ചെടുത്തു, എനിക്ക് കുട്ടിയെ തന്ന അല്ല എന്റെ കുട്ടിയെ തിരിച്ചെടുത്തു. അവിടെ അൽഹംദുലില്ലാഹ് പറഞ്ഞവന് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റും. ഇതിനവന്റെ കൽവിൽ എന്ത് വേണം? ഉറക്കെ പറഞ്ഞേ, ഞാൻ ഒന്ന് ഉറക്കെ പറയും മക്കളെ. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു ഈ ഗ്ലൂക്കോസും കൂടെ ഖുർആൻ ക്ലാസ്സിൽ കൊടുക്കണം കേട്ടോ എല്ലാവർക്കും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കുത്തിയിടാം, അതായിരിക്കും നല്ലത്. ശരി, ഇടക്കിടക്കൊന്ന് ബൂസ്റ്റപ്പ് ആകാനായിട്ട്. ഉറക്കെ പറഞ്ഞ് എന്ത് വേണം നമ്മുടെ കൽവില്? ഞാൻ കേൾക്കാത്തോണ്ടായിരിക്കും അല്ലേ? നിങ്ങൾ ഉറക്കെ പറയുന്നില്ലേ? അൽഹംദുലില്ലാഹ്. ഞങ്ങനെ സമാധാനിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കല്ലേ നമ്മള്. അൽഹംദുലില്ലാഹ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, 2ാം ഉമർ. ആരാണത്? ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഉമർ ബിൻ അബ്ദുൽ അസീസ് രാജാവ് തന്റെ ഉറ്റമിത്രമായ അദിയിന് ഒരു കത്തെഴുതുന്നുണ്ട്. ആ കത്ത് ഇങ്ങനെയാണ്: അദിയെ, ഇന്നലിൽ ഈമാനി ഫറായിള വശറായിഅ വഹുദൂദൻ വസുനനാ വമൻ ഇസ്തക്മലഹ ഇസ്തക്മലൽ ഈമാൻ. മോനെ അദിയെ, ഈമാനിനെ ഫർളുണ്ട്. ഈമാനിന് എന്തുണ്ട്? നിസ്കാരത്തിനും സക്കാത്തിനും ഹജ്ജിനൊക്കെ ഉള്ളതുപോലെ ഈമാനിനും എന്തുണ്ട്? ഫർളുണ്ട്. അതുപോലെ തന്നെ ശറഅ നിയമമുണ്ട്. വഹുദൂദൻ അതിരുകളുണ്ട്. ഈമാനിന് എന്തുണ്ട്? അതിരുണ്ട്. വസുനനൻ സുന്നത്തുകളുണ്ട്. ആരത് പൂർത്തീകരിക്കുന്നോ അവന് ഈമാനുണ്ട്. മനസ്സിലായ? ഈമാനിന്റെ ഷർത്തും ഫർളും നിയമവും പരിധിയൊക്കെ പൂർത്തീകരിക്കുന്ന ആൾക്ക് എന്തുണ്ട്? ഉറക്കെ പറഞ്ഞ എന്തുണ്ട്? അപ്പൊ ഈമാന്റെ ഷർത്തും ഫർളും ഒന്നും പൂർത്തീകരിക്കാത്ത ആളാണെങ്കിലോ അവൻ എന്തില്ല എന്ന് ഉറക്കെ പറയും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിസ്കാരത്തിന്റെ ഒരു ഷർത്ത് പറഞ്ഞടാ. വുളു വേണം, ഷർത്തല്ലേ? നിസ്കാരത്തിൽ പെട്ടതല്ല, നിസ്കാരത്തിന്റെ പുറത്തുള്ളതാണ്. എന്നാലും നിസ്കാരം ശരിയാകണമെങ്കിൽ എന്ത് വേണം? വുളു എടുക്കാതെ ഞാൻ നിസ്കരിച്ചു, നിസ്കാരം ശരിയാവുമോ? എന്തുകൊണ്ടാണ്? നിസ്കാരത്തിന്റെ ഷർത്ത് ഖിബ്ലക്ക് അഭിമുഖമായി നിൽക്കണം. ഇപ്പൊ കാക്കനാട് ഒരാൾ ഷെയ്ഖാണെന്നും പറഞ്ഞു വന്നു, ഞാൻ കിഴക്കോട്ട് തിരിഞ്ഞ് നിസ്കരിക്കും, എനിക്ക് എല്ലായിടത്തും ഖിബ്ലയാണെന്ന് പറഞ്ഞു. പിരാന്തന്മാരങ്ങനെ പല രൂപത്തിലും വരും, അല്ലേ? അതായത് അള്ളാന്റെ ഔലിയാക്കളുടെ പേരിൽ വ്യാജന്മാരുണ്ട്, അള്ളാഹുവിന്റെ മഹാരഥന്മാരുടെ പേരിൽ തട്ടിപ്പുകാർ ഒരുപാടുണ്ട്. വ്യാജ നബിയെ പോലെ ആരുമുണ്ട്? വ്യാജ ഔലിയാക്കളും ഉണ്ട്. ഈ മഹാന്മാരായ ഔലിയാക്കൾ നമ്മളെ അള്ളാഹുവിലേക്ക് വഴി നടത്തുന്ന പാതയുടെ പേരാണ് ത്വരീഖത്ത് എന്നൊക്കെ പറയുന്നത്. ത്വരീഖത്ത് കേട്ടിട്ടുണ്ടെങ്കിൽ ശരീഅത്ത്
ത്വരീഖത്ത് ഇല്ലേ, അങ്ങനെ സംഗതി കേട്ടിട്ടുണ്ടോ? ശരീഅത്ത് നേടുന്നുണ്ടോ? ത്വരീഖത്ത് നേടുന്നുണ്ടോ? ഹക്കായ ത്വരീഖത്തുകളുണ്ട്. അതിന്റെ പേരിൽ വ്യാജന്മാരായ ഒരുപാട് ആളുകളുണ്ട്. സൂര്യ നമസ്കാരമൊക്കെ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അതൊക്കെ വേറെ ഏതോ ജാഹിലുകളാണ്. അപ്പൊ ഇതുപോലെ തന്നെ കാക്കനാട്ടുകാരൻ ഒരാൾ വന്നിട്ട് അയാൾ പറയുന്നുണ്ട്, വാഴക്കാല ഭാഗത്ത് ഉസ്താദ് കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, എനിക്ക് എല്ലാ ഭാഗത്തേക്കും തിരിഞ്ഞ് നിസ്കരിക്കാം, എൻ്റെ ചുറ്റുഭാഗത്തും കിബിലയാണ്, ഞാൻ എങ്ങോട്ടും തിരിഞ്ഞ് നിസ്കരിക്കും. അയാളുടെ നിസ്കാരം ശരിയാവോ? അത് ഷർത്താണ്. എന്ത്, എങ്ങോട്ട് തിരിഞ്ഞിക്കണം? ഏത്? അതുപോലെ തന്നെ ഈമാനിനും എന്തുണ്ട്? ആ ഷർത്തില്ലെങ്കിൽ ഈമാൻ ശരിയാവോ? ഈമാന്റെ ഷർത്ത് എന്താണ്? ത്വഹൂറുൽ ഖൽബ്, ഹൃദയത്തിന്റെ വിശുദ്ധി ഈമാനിന്റെ ഷർത്താണ്. എത്ര പേർക്കുണ്ട് ത്വഹാറത്തുൽ ഖൽബ്? എത്ര പേർക്കുണ്ട്? ആ ഷർത്തൊക്കാതെ 70,000 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടും കാര്യമുണ്ടോ? ആ ഷർത്തൊത്തുകൊണ്ട് 70,000 പറയേണ്ട, ഒരൊറ്റ തവണ പറഞ്ഞാലും ആ ജീവിതം മനോഹരമായി തീരും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചത്. അത്വഹൂറു പറഞ്ഞ അത്വഹൂറു ശത്രുൽ ശുദ്ധി ഈമാന്റെ പാതിയാണ്. അതിന്റെ വിശദീകരണം നമ്മൾ പറഞ്ഞു അല്ലെ. ബാഹ്യമായ ശുദ്ധിയെ കുറിച്ചല്ലാതെ, ബാഹ്യമായ ശുദ്ധി വേണം, നല്ല വസ്ത്രം, ഇതൊക്കെ സുന്നത്തു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഇവിടെ പറഞ്ഞ ശുദ്ധി ഏതാണ്? ഖൽബിന്റെ ശുദ്ധി. അല്ലെങ്കിൽ ജാമിദ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ കുളിച്ചൊരുങ്ങി വന്ന് നിൽക്കുമ്പോൾ നമ്മൾ പറയണം ജാമിദയുടെ ഒരു ഈമാന്റെ പകുതി ഇപ്പൊ തന്നെ അവൾക്ക് കിട്ടിയിട്ടുണ്ട്. പറയാൻ പറ്റുമോ? അവള് കുളിച്ചൊരുങ്ങിയിട്ടല്ലേ വന്നത്? പറയാൻ പറ്റൂലേ? അപ്പ പറ്റൂലേ? എന്താ പറയാൻ പറ്റത്? ഖൽബിന്റെ ശുദ്ധിയാണ് അവിടെ പ്രാധാന്യം. അത്വഹൂറു ശത്രുൽ ഈമാൻ, ഖൽബിന്റെ ശുദ്ധി ഈമാനിന്റെ പാതിയാണ്. സയ്യിദുനാ റസൂലുള്ളാഹ് മഹാനായ ഒരു മശായിഖന്മാരിൽപ്പെട്ട ഒരു വലിയ സൂഫി പാടിയ ഒരു വരിയുണ്ട്. നിസ്ഫാനി തഖ്ലിയത്തുൻ വസാനി തഹ്ലിയത്തുൻ തഅമ്മലന്ന ഹദീ സൈനീലി തഫ്തഹിമി. അദ്ദേഹം പറയുന്നുണ്ട് ഈമാനിന്റെ 2 ഭാഗങ്ങളെ കുറിച്ച്. ഈമാന്റെ ഉറക്കെ പറയും, ഈമാന്റെ എത്ര ഭാഗങ്ങൾ? 2 ഭാഗങ്ങളെ കുറിച്ച്. അതിലൊന്ന് തഹ്ലിയത്തുൻ, അഴുക്ക് ക്ലീൻ ചെയ്യലാണ്. അഴുക്ക് ക്ലീൻ ചെയ്യലാണ്. അതായത് എവിടെയാണ് ഈമാൻ? ഈമാന്റെ ആ ഒരു ഭൂമി എവിടെയാണ്? നമ്മുടെ ഖൽബാണ്. അപ്പൊ ഖൽബിലുള്ള അഴുക്കിനെ ക്ലീൻ ചെയ്യലാണ് ആദ്യത്തെ പരിപാടി അല്ലെ. കുളിക്കാതെ നല്ല ഡ്രസ്സ് ഇട്ട് വരുന്നവനെ അംഗീകരിക്കാൻ പറ്റും നമുക്ക്? നല്ല പുതുവസ്ത്രമൊക്കെ ധരിക്കും. ഞാൻ കുളിക്കൂല, ഞാൻ ഇങ്ങനെ നടക്കുള്ളൂ, എന്നാലും പുതുവസ്ത്രമൊക്കെ ഇടും. സെന്റ് അടിച്ചാൽ മതിയോ? കുളിക്കണ്ടേ? കുളിക്കണം, ആദ്യം കുളിക്കണം. കുളിപ്പിക്കണ പരിപാടിയാണ് ആദ്യം. അപ്പൊ ഖൽബ് ക്ലീൻ ആക്കലാണ് ഒന്നാമത്തെ പരിപാടി എന്ന് അള്ളാഹുവിന്റെ ഔലിയാക്കൾ പറയും. അപ്പൊ ഹൃദയത്തിൽ കുറെ വിഗ്രഹങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കാമം, ആർത്തി തുടങ്ങിയ ഒരുപാട് വിഗ്രഹങ്ങളുണ്ട്. ഇതൊക്കെ കഴുകി ക്ലീൻ ചെയ്യലാണ് ആദ്യത്തെ പടി. വസാനി തഹ്ലിയത്തുൻ, രണ്ടാമത്തെ പരിപാടി കലിമയാകുന്ന ലാ ഇലാഹ ഇല്ലല്ലയെ അവിടെ കുടിയിരുത്തലാണ്. ഇതാണ് ഈമാനിന്റെ പൂർത്തീകരണമെന്ന് അള്ളാന്റെ ഔലിയാക്കൾ പറയുന്നുണ്ട്. ഇതാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞത് അത്വഹൂറു ശത്രുൽ ഈമാൻ. അപ്പൊ ഏതാണ് കലിമ? ഏതാണ് കലിമ എന്ന് പറഞ്ഞ? ഏതാണത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ. സൂറത്ത് ഇബ്രാഹിം നിങ്ങൾ ഓതിയിട്ടുണ്ടോ? നോർക്കെ പറയും മക്കളെ. അല്ല, ഇവരെന്തൊന്നും പറയാത്തൊരു ഉഷാറില്ലല്ലോ, പഴയൊരു എനർജി ഒന്നും കാണില്ല. എന്തു പറ്റി? ഇബ്രാഹിം ഓതിയിട്ടുണ്ടോ? ഇബ്രാഹിം ഓതിയിട്ടുണ്ട്, ഞാൻ ഓതിയിട്ടില്ല അല്ലേ. അല്ലേ, സൂറത്ത് ഇബ്രാഹിം ഓതിയിട്ടുണ്ടോ നിങ്ങള്? തല താഴ്ത്തി ഇങ്ങനെ ഇരിക്കണ്ട്. ഇനി എങ്ങാനും മുഖത്തോട്ട് നോക്കി എന്റെ മുഖത്തോട്ട് നോക്കുമെന്നാണ് അല്ലേ. ഖുർആൻ ഓതിയിട്ടില്ല എല്ലാരും? പറയും മക്കളെ. ഫഹദൊന്ന് ഉറക്കെ പറയട, സൗണ്ട് ഒന്നും ഇങ്ങോട്ട് കേൾക്കണില്ല. സൂറത്ത് ഇബ്രാഹിം 24, 25, 26 ആയത്ത് ഒന്ന് എടുത്തു നോക്കണം നിങ്ങൾ. വളരെ മനോഹരാണ്. അള്ളാഹ് കലിമത്തു തൗഹീദിനെ, ലാ ഇലാഹ ഇല്ലല്ലയെ അള്ളാഹ് ഉപമയാക്കുന്നുണ്ട്. എന്താ അള്ളാന്റെ ഉപമ നോക്കിയേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബ കശജറത്തിൻ ത്വയ്യിബത്തിൻ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ. അല്ലാഹു റബ്ബുൽ ആലമീൻ പറയാണ്, അലം തറ, നിങ്ങൾ കണ്ടില്ലേ? കൈഫ ലറബല്ലാഹു മസലൻ,
ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വാക്കിനെ അള്ളാഹ് ഉദാഹരിച്ചിട്ടുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ഏതാണ്? ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ഏതാണ്? കെലിമ ഏതാണത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ വാക്കിനെ അള്ളാഹ് ഉദാഹരിച്ചത് എന്തുകൊണ്ടാണെന്നറിയോ? കശജറത്തിൻ തൊയ്യിബ, ഒരു നല്ല വൃക്ഷത്തോടാണ്. മനസ്സിലാകുന്നുണ്ടാ? ബോറടിക്കണ്ട, ഇപ്പൊ നിർത്താം, ഒരു 5 മിനിറ്റ്. ബോറടിക്കണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹ് ഉദാഹരിച്ചത് എന്തുമായിട്ടാണ്? ഒരു നല്ല വൃക്ഷവുമായിട്ടാണ്. അസ്ലുഹ സാബിത്തുൻ, അതിന്റെ വേര് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. വഫറുഹ ഫിസ്സമാ, അതിന്റെ ശിഖരങ്ങൾ ആകാശലോകത്തേക്ക് ഇങ്ങനെ പടർന്ന് പന്തലിച്ചിട്ടുണ്ട്. നല്ല ഉറപ്പോടുകൂടെ നിൽക്കുന്ന മരമാണ്. തുഅ്തി ഉകുലുഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ, ഈ മരം അതിന്റെ ഫലം എല്ലാ കാലത്തും ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കും. ഈ ഫലം എല്ലാ കാലത്തും ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെയുണ്ട് ഒരു മരം എല്ലാ കാലത്തും ഫലം കിട്ടുമോ? ഓരോന്നിനൊരു സീസൺ ഇല്ലേ? ചക്ക എല്ലാ കൊല്ലവും കായ്ക്കോ? എല്ലാ മാസങ്ങളിലും കായ്ക്കോ? ഇല്ല, അതിനൊരു സീസൺ ഉണ്ട്. മാങ്ങ കായ്ക്കുന്ന സമയമുണ്ട്. ഉസ്താദ്, ഇതിപ്പോ എല്ലാ മാസവും നമുക്ക് സാധനം കിട്ടിയിട്ട് കാര്യമില്ല. അത് സ്റ്റോക്ക് പഴയത് സൂക്ഷിച്ചു വെച്ചിട്ട്, അതായത് അള്ളാഹു ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇന്ന മാസങ്ങളിൽ അതിങ്ങനെ പുഷ്പിക്കുന്നത്? അതിന്റെ കാരണം എന്താ? ആ മാസങ്ങളിൽ നമുക്ക് അത് കഴിക്കുന്നത് കൊണ്ട് ഗുണം ഉണ്ടാവും. മറ്റിതര മാസങ്ങളിൽ അത് കഴിച്ചാലില്ലാത്ത ഗുണം. അപ്പൊ ഇതര മാസങ്ങളിൽ നമുക്കത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പൊ ഓരോ സമയത്തിന് പറ്റിയ ഫലങ്ങൾ അള്ളാഹു നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കെലിമ എന്ന് പറയുന്ന ഈ വൃക്ഷം എപ്പോഴും ഫലം തരുമെന്ന് അള്ളാഹു റബ്ബുൽ ആലമീൻ എന്നിട്ട് പറയുന്നുണ്ട്, ഇതൊക്കെ ഞാൻ നിങ്ങൾക്കൊരു പാഠമാക്കി തരാൻ. ഇതിലിപ്പോ എന്തൊട്ട് പാഠമാണ് നമുക്ക് മനസ്സിലായത്? എന്താ മനസ്സിലായത്? കെലിമ എന്ന് പറയുന്നത് ഒരു വൃക്ഷം പോലെയാണ്. അതിന്റെ വേര് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്, അതിന്റെ ശിഖരങ്ങൾ പടർന്നു പന്തലിച്ചിട്ടുണ്ട്. അത് എപ്പോഴും എന്ത് ചെയ്യും? ഫലം തരും. ഇതിന്ന് എന്ത് മനസ്സിലായി? ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ചൊന്ന് പറഞ്ഞേ. എന്താ മനസ്സിലായെന്നൊന്ന് പറഞ്ഞു. എന്തെങ്കിലും മനസ്സിലായോ? ചിന്ത ഒന്ന് വർക്കൗട്ടാക്കി നോക്കിയേ. വർക്ക് ചെയ്യുന്നുണ്ടാ? അല്ലേ, ഒരു ബ്ലാങ്ക് ആണ് അവിടെ അല്ലേ? എന്താ സംഗതി? ഒരു മരം വെറുതെ അങ്ങ് കൊണ്ടുപോയി നടാൻ പറ്റുമോ? അതിനെന്ത് വേണം? ഒരു ഫലഭൂവിഷ്ഠതയുള്ളൊരു മണ്ണ് വേണം. വേണ്ടേ? വളക്കൂറുള്ളൊരു മണ്ണ് വേണം. വളരാനുള്ള സാഹചര്യങ്ങൾ എന്ത് ചെയ്യണം? അവിടെ ഒരുക്കണം. കുറെ പുല്ലും സാധനങ്ങളൊക്കെ ഇങ്ങനെ പച്ച പിടിച്ചിട്ടുണ്ട്. അതിനൊക്കെ പറിച്ചങ്ങടെ ആദ്യം എന്ത് ചെയ്യണം? കളയണം. കുഴി വെട്ടണം, വളമിടണം, മരം നടണം. അതെന്ത് ചെയ്യും? വളർന്ന് പന്തലിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മരം നീ നടേണ്ടത് ഹൃദയമെന്ന ഭൂമിയിലാണ്. അവിടെ കുറെ വൃക്ഷങ്ങള്, കുറെ പുല്ലുകള്, കുറെ ആവശ്യമില്ലാത്ത വള്ളിപ്പടർപ്പുകളൊക്കെ അവിടെ പിടിച്ചു നിൽപ്പുണ്ടാകും. അതിനെയൊക്കെ ആദ്യം പറിച്ചു ദൂരേക്കെറിയണം. അഹങ്കാരം എന്ന വൃക്ഷം എവിടെയുണ്ട്? കൽബിലുണ്ട്, ഇല്ലേ? അതിന്റെ ഫലം ഇടക്കിടക്ക് വായിക്കൂടെ വരും. ഞാനൊക്കെ പണ്ടേ അല്ലേ, എന്റെ സാധനം ഈ ഫലം തരുന്ന വൃക്ഷം എവിടെയുണ്ട്? അഹങ്കാരം എന്ന് പറഞ്ഞ സാധനം ഉള്ളിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്, ഇല്ലേ? കാമം എന്ന് പറയുന്നൊരു വൃക്ഷം നമ്മുടെ. അതുകൊണ്ട് നമ്മൾ അതിന്റെ ഫലം കണ്ണിൽ കൂടെ ഇടക്കിടക്ക് ഹറാമ് ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കും. ചിലപ്പോൾ ഫോൺ ഇങ്ങനെ കയ്യിലിരിക്കുമ്പോൾ ആരും കാണില്ല. ഇങ്ങനെയൊക്കെ നോക്കും. എന്തേ സംഗതി? ഫലം തരുന്ന വൃക്ഷം എവിടെയുണ്ട്? കൽബിലുണ്ട്, അല്ലേ? ആർത്തി കച്ചവടത്തില് വനൊന്ന് പറ്റിക്ക അല്ലേ? ഇച്ചിരി പൈസ കൂടുതൽ കിട്ടും, പിള്ളേർക്ക് ഇന്ന് കിൻഡർ മേടിച്ചു കൊടുക്കുക. പക്ഷെ അതുകൊണ്ട് മക്കൾക്ക് നാശം ഉണ്ടാവുള്ളൂ പിന്നെ മനസ്സിലാവുള്ളൂ. പക്ഷെ ഈ സംഗതി ഈ ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷം എവിടെയുണ്ട്? ആർത്തി എന്ന വൃക്ഷം കൽബിന്റെ അകത്തുണ്ട്. ഇതുപോലെ ഒരുപാട് വൃക്ഷങ്ങൾ പടർന്ന് പന്തലിച്ചിട്ടുണ്ട് കൽബിൽ. അവിടെ നിങ്ങൾ കൊണ്ടുപോയി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കെലിമ മരം നട്ടാൽ അത് വാടി ഉണങ്ങിപ്പോകും. നിങ്ങൾക്കൊരു ഗുണവും എന്ത് ചെയ്യൂല. അപ്പൊ എന്ത് ചെയ്യണം? ഈ മരങ്ങളെ ആദ്യം വെട്ടിക്കളയണം. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മരം നടണം. ആ മരം നട്ട് കഴിഞ്ഞാൽ അതിന്റെ ഫലം എപ്പോഴും ആസ്വദിക്കാൻ പറ്റും. അതെങ്ങനെ? പെട്ടെന്നൊരു പ്രയാസം വരുമ്പോ അവൻ പറയും അൽഹംദുലില്ലാഹ്. അവന് ക്ഷമയെന്ന ഫലം കിട്ടും. അവനിങ്ങനെ നടന്നു പോണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൽബിലുള്ളവൻ. പെട്ടെന്ന് അവന് നെഞ്ചുവേന വന്നിട്ട് അവനങ്ങ് വീണുപോയി, ബോധം കെട്ടുപോയി. ബോധം വന്ന ഉടൻ തന്നെ അൽഹംദുലില്ലാഹ്, എന്നെ പെടുത്തിയ എന്റെ റബ്ബിന് അൽഹംദുലില്ലാഹ്. സംഗതി എനിക്ക് പിടികിട്ടിയോ? അതുപോലെ അവനൊരു സന്തോഷം നിറയുന്ന ഒരു സംഗതി കയ്യിലേക്ക് കിട്ടുമ്പോ തന്നെ അൽഹംദുലില്ലാഹ്, എന്റെ റബ്ബ് തന്നതിന് ഞാൻ ശുക്ർ ചെയ്യണം. ഈ ഫലത്തിനുള്ള മരം ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മരം വളരണമെങ്കിൽ ഇവിടെ
ഇവിടെ പടർന്ന് പന്തലിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ വലിച്ചു പറിച്ച് ആദ്യം എന്ത് ചെയ്യണം? കളയണം. അതാണ് തഹൂറു, ശുദ്ധിയാക്കണം കൽബിനെ. എന്നിട്ട് അവിടെ എന്ത് നട്ടുകൊടുക്കണം? എന്നുറക്കെ പറഞ്ഞ് എന്ത് നട്ടുകൊടുക്കണം? ഇനി കലിമ എന്ന മരം ഇല്ലെങ്കിലോ? വമസലു കലിമത്തിൻ ഖബീസ കശജറത്തിൻ ഖബീസ ഇജ്തുസ്സത് മിൻ ഫൗഖിൽ അർള്. അല്ലാഹ് പറയാണ്, മോശപ്പെട്ട വാക്കിന്റെ ഒരു ഉദാഹരണം പറയട്ടെ. ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. മോശപ്പെട്ട വാക്കിന്റെ ഉദാഹരണം അതും ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. ഏത് ലാ ഇലാഹ ഇല്ലല്ലാഹ്? കള്ളത്തരം നിറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ സ്വയം ചിന്തിച്ചാൽ മതി, നമ്മുടെ കൽബിൽ ഇപ്പോൾ ഉള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്? കള്ളത്തരം നിറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവന്റെ കൽബിൽ വളർന്നു പന്തലിച്ചാൽ ഇജ്തുസ്സത് മിൻ ഫൗഖിൽ അർള്, അത് അവൻ നട്ടു വളർത്തിയതൊന്നുമല്ല. അതങ്ങനെ ഒരു മഴയത്ത് അങ്ങനെ അങ്ങോട്ട് പെയ്ത് മുളച്ചു പൊന്തി അങ്ങനെ അങ്ങോട്ട് വളർന്നു. പക്ഷെ അത് എന്ത് ചെയ്യും? അത് വാടിയങ്ങ് പോകും. അതിന്റെ ഫലം അവൻ ആസ്വദിക്കാൻ പറ്റുമോ? ഫലം ആസ്വദിക്കാൻ പറ്റുമോ? അങ്ങനെ ആസ്വദിക്കാൻ പറ്റാത്ത ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് നമ്മുടെ കൽബിലുള്ളത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം വരുമ്പോഴേക്ക് പടച്ചോൻ ആകെ ഇടങ്ങേറാക്കി. ഈ വായിൽ നിന്ന് വന്ന ഫലം എന്തിന്റെ ഉൽപ്പന്നാണ്? ഏറ്റവും മോശം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഉൽപ്പന്നമാണ്. മനസ്സിലായോ? ഒരു കുഞ്ഞു മരിച്ചു, വാപ്പ വിലപിക്കുകയാണ്, എന്തിനാണ് പടച്ചോനെ നീ എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയത്? ഇങ്ങനെ കൊണ്ടുപോകാനായിരുന്നു അല്ലാഹ് നീ എനിക്കിപ്പോ തന്നത്. നീ എന്തിനാ പടച്ചോനെ എനിക്ക് തന്നത്? ഇത് മോശം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഉൽപ്പന്നാണ്. നല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ കൽബിലുണ്ടെങ്കിൽ, നല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മരം ആ കൽബിലുണ്ടെങ്കിൽ, അൽഹംദുലില്ലാ നീ തന്നു, അൽഹംദുലില്ലാ നീ എടുത്തു, നാളെ ഒരുമിപ്പിക്കണേ അല്ലാഹ്, അല്ലേ? അൽഹംദുലില്ലാ. അവിടെയും അൽഹംദുലില്ലാ പറയാൻ ആർക്കേ പറ്റുള്ളൂ? നല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മരം കൽബിൽ നട്ടു വളർത്തിയവനാണ് കഴിയുക എന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് നമുക്ക് എന്ത് വേണം? കൽബിന്റെ അകത്ത് എന്ത് നട്ടു വളർത്തണം? എന്ത് നട്ടു വളർത്തണം? ഏത് ലാ ഇലാഹ ഇല്ലല്ലാഹ്? കള്ളത്തരാണോ? സത്യം നിറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് മൻ ഖാലഹാ ദഖലൽ ജന്ന. അക്കോലത്തിൽ ഒരാൾ ഒരൊറ്റ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവൻ എവിടെ പോകും? ആ നിമിഷം സ്വർഗത്തിൽ. ആഖിറത്തിലോട്ട് പോകണ്ട, അതെന്തായാലും ഓക്കെ, ഇവിടെ തന്നെ സ്വർഗം കിട്ടും. അവന് സമാധാനം, സന്തോഷം. എന്ത് പ്രശ്നം വന്നാലും, അല്ലേ? ഐ ഡോണ്ട് കെയർ. അൽഹംദുലില്ലാ, 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 അല്ലേ? അതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു സംഗതി ഞാൻ നിങ്ങളോട് പറഞ്ഞോന്നറിയില്ല. എനിക്കൊരു സഹോദരി ഒരു കത്ത് കുറച്ച് 1-2-3 ആഴ്ചകൾക്ക് മുമ്പ് എഴുതി. അതിൽ അവരുടെ ഒരു രോഗകാര്യം പറയാണ്. ഈ രോഗത്തിൽ എൻ്റെ ജീവിതം, അതായത് ഞാൻ മരിച്ചു പോയാലും അൽഹംദുലില്ലാ, ഈ രോഗത്തിൽ ഞാൻ മരിച്ചാലും അൽഹംദുലില്ലാ, ഈ രോഗം എനിക്ക് തന്ന അള്ളാഹുവിന് അൽഹംദുലില്ലാ, ഞാനിപ്പോ ഇങ്ങനെ അൽഹംദുലില്ലാ പറഞ്ഞ് ആസ്വദിക്കുകയാണ്. ഈ രോഗം ഒരിക്കലും മാറല്ലേ എന്ന് ഞാൻ കൊതിക്കുകയാണ്. നമ്മളെ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം പറഞ്ഞില്ലേ? അപ്പൊ ആ സഹോദരി പറഞ്ഞ സംഗതിയാണ്. അപ്പൊ അള്ളാഹുവിനെ തിരിച്ചറിയാൻ കഴിയുന്ന നിലക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ കൽബിൽ രൂപപ്പെടുത്തിയെടുക്കണം. ഇത് ഷർത്താണ്, അതിന്റെ തുടക്കമാണ്. ഇനി ഫർളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കണം. ഇതൊക്കെ പഠിച്ചിട്ട് ഇതിന് പറ്റിയ രീതിക്ക് നെഫ്സിനെ തയ്യാറാക്കണം. എങ്ങനെ നെഫ്സിനെ മെരുക്കിയെടുക്കും, എന്തൊക്കെയാണ് നെഫ്സിന്റെ പരിപാടികൾ, ഏതൊക്കെയാണ് ആ നെഫ്സുകൾ, ഇതൊക്കെ നമുക്ക് പഠിക്കണ്ടേ? എന്നുറക്കെ പറഞ്ഞോ, പഠിക്കണ്ടേ? ബോറടിച്ചോ? എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. അൽഹംദുലില്ലാ. അപ്പൊ എല്ലാവരും സംഗതി കേട്ടല്ലോ അല്ലെ? അൽഹംദുലില്ലാ. അപ്പൊ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ അതൊരു വല്ലാത്ത ദിക്റാണ്, വല്ലാത്ത ദിക്റാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ആഴ്ച അല്ലെങ്കിൽ ഇതുപോലെ മറ്റൊരു ദിവസം നമുക്കതിൻ്റെ ബാക്കി കേൾപ്പിക്കാം. ശരിക്കും നമ്മുടെ ഉള്ളങ്ങ് പെടഞ്ഞു പോകും. നമ്മൾ ശരിക്കും റബ്ബിനങ്ങ് അനുഭവിക്കും, ആസ്വദിക്കും. ടെൻഷനില്ലാത്ത ജീവിതം അങ്ങ് ആസ്വദിക്കാൻ പറ്റും. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ അല്ലാഹു പൂർത്തീകരിക്കട്ടെ. അപ്പോൾ പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് ചോദ്യമില്ല, നമുക്ക് 1000 രൂപ സമ്മാനത്തിനുള്ള ചോദ്യം നാളെ ചോദിക്കാം. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യം ലൈഫിലൊന്ന് പ്രാവർത്തികമാക്കുക. ഒന്നൊന്ന് നെഞ്ചിൽ കൈവച്ച് ചിന്തിച്ചു നോക്കുക. ഞാൻ എൻ്റെ റബ്ബുമായി അടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. അള്ളാഹു അവനിലേക്ക് അടുക്കാനുള്ള വഴികൾ തുറന്നു തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ അലി സയ്യിദിന മുഹമ്മദ്. അർഹമുർറാഹിമായ റബ്ബേ, ഈ സദസ്സ് സ്വീകരിക്കണേ അല്ലാ. പടച്ചോനെ, നിന്നെ കാണാനുള്ള കണ്ണ് തരണേ അല്ലാ, നിന്നെ അറിയുന്ന കൽബ് തരണേ അല്ലാ, ഈ കൽബൊന്ന് തുറന്നു തരണേ അല്ലാ, മനസ്സമാധാനം തരണേ അല്ലാ. ഒരൊറ്റ തവണയെങ്കിലും മനസ്സിലാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ അല്ലാ. യാ റബ്ബന, ഞങ്ങളുടെ കുടുംബത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ, ഇണകളെ നന്നാക്കണേ അല്ലാ, മക്കളെ നന്നാക്കണേ അല്ലാ, ഇല്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ, അസുഖബാധിതർക്ക് ശിഫ നൽകണേ അല്ലാ. യാ റബ്ബന, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, തൊഴിലില്ലായ്മ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ഹൈറായ തൊഴിൽ നീ നൽകണേ അല്ലാ. കരുണക്കടലായ റബ്ബേ, നീ ഞങ്ങളെ കൈവടിയല്ലേ അല്ലാ. സിഹറുകൾ കണ്ണേറുകൾ ബാത്തുലാക്കണേ അല്ലാ. അർഹമുർറാഹിമായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല അല്ലാ, പെട്ടെന്ന് വിളിക്കല്ല റബ്ബേ. ആഫിയത്തുള്ള ദീർഘായുസ് നിൻ്റെ ത്വാഅത്തിൽ നൽകണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ ജന്നാത്തുൻ നഈമിൽ നീ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.